രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സസ്പെൻഷൻ സ്പീക്കറെ അറിയിച്ച് ഉടൻ കത്ത് നൽകാൻ തീരുമാനമായി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് രാഹുലിനെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി കത്ത് നൽകുക. രാഹുൽ ഇനി സഭയിൽ പ്രത്യേക ബ്ലോക്ക് ആയിരിക്കും. സഭയിൽ വരുന്നതിൽ രാഹുൽ സ്വയം തീരുമാനിക്കട്ടെ എന്ന നിലപാടിലാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുള്ളത്. എം.എൽ.എ വിലക്കാൻ പാർട്ടിക്ക് കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു. ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് പാർട്ടി അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തത്. സഭയിൽ വരേണ്ടതില്ല എന്ന നിലപാടിലാണ് വി.ഡി. സതീശനുള്ളത്. എന്നാൽ എ ഗ്രൂപ്പിനും പാർട്ടിയിലെ ഒരു വിഭാഗത്തിനും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരട്ടെ എന്ന നിലപാടാണുള്ളത്. ഇത് സംബന്ധിച്ച് പാർട്ടി തലത്തിൽ തീരുമാനമെന്നാണ് വി.ഡി. സതീശൻ പ്രതികരിച്ചത്. എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിനകത്ത് വി.ഡി. സതീശനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ തന്നെ എന്തിനാണ് ആക്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചോദിച്ചു. രാഹുൽ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം എ.ഐ.സി.സിയുടെ അനുമതിയോടെ കെ.പി.സി.സി നേതൃയോഗം ഒരുമിച്ചെടുത്തതാണ്. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന കാര്യം ഉചിതമായ സമയത്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. താൻ വഴിവിട്ട് ചെറുപ്പക്കാരെ സഹായിക്കുന്നു എന്നൊക്കെയാണ് നേരത്തെ പഴി കേട്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ നേരെ തിരിച്ചാണെന്നും സതീശൻ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ ചോദ്യം ഈ ചെറുപ്പക്കാരനെ തകർക്കാൻ വേണ്ടി താൻ ഗൂഢാലോചന നടത്തിയെന്നതാണ്. രണ്ടും ഒരാൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നും ഇങ്ങനെ ഒരുപാട് നാടകങ്ങൾ ഉണ്ടാകുമെന്നും വി.ഡി. സതീശൻ പറയുന്നു.